ശ്രദ്ധിക്കാനുള്ളത് ലഖദ് ഖലഖ്നൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മതിയോ അതോ എന്താ പറയണ്ടേ? ലഖദ് ഖലഖ്നൽ ഇൻസാന. കാരണം എന്താ? ഇഖ്ഫാ ചെയ്യണം, അവിടെ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ ഓതേണ്ടത് ലഖദ് ഖലഖ്നൽ ഇൻസാന. തരിമുക്കൊന്ന് തരിപ്പിക്കണം. ഇഖ്ഫാ എന്നാണ് അതിന് പറയാറുള്ളത്. ഉന്നത്തുണ്ടാവും കൂടെ. പിന്നെ ഫീ കബദ്. അപ്പോൾ ഒന്നുകൂടി ഓതിക്കാൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. കബദ് കബദല്ല, കബദ്. ബാക്ക് ഫതഹാണ്. പിന്നെ അ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഖാത്തിൻ്റെ അംസയാണ്. അപ്പോൾ ഓതേണ്ടത് അയഹ്സബു. അയഹ്സബു. പിന്നെ അല്ലൻ, അന്ന് പറയാൻ പാടില്ല. ആ നൂനിനെ എന്ത് ചെയ്യുക? മെല്ലെ ലാമിലേക്കട് ചേർത്ത അല്ലൻ. ലെന്നുള്ള നൂനിനെ എന്ത് ചെയ്യണം? ഇദ്ഗാമോട് കൂടി പിന്നെ ഉന്നത്തോടു കൂടി ഓതണം. അപ്പോൾ ഓതേണ്ടത് അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. ഒന്ന് ഓതിക്കാൻ അവിടെ ശ്രദ്ധിക്കാനുള്ളത് ലൻ യഖ്ദിറ, അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. മാലൻ എന്ന് പറയാൻ പാടില്ല. മാലൻ ലുബദ. ഒന്ന് ഓതിക്കാൻ യഖൂലു. മാലൻ രണ്ട് തൻവീൻ ഉണ്ടാവും. ഒരു തൻവീൻ ഉച്ചരിക്കുക, മറ്റേ തൻവീൻ എന്ത് ചെയ്യുക? അടുത്ത ലാമിലേക്കാണ് കൂട്ടിച്ചേർക്കുക. അപ്പം യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. ആ പിന്നെ അ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കത്തിന്റെ അംശയാണ്. അയഹ്സബു അല്ലം യറഹു അഹദ്. അവിടെ എന്താ ചെയ്യേണ്ടത്? അല്ലം ചുണ്ടു കൂട്ടണം. എന്നിട്ട് ആ മീമിനെ യായിലേക്ക് എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം, ഉന്നത്തും വേണം. അപ്പം എങ്ങനെ ഓതണം? അല്ലം. പിന്നെ യറഹു. യറഹു അവിടെ എന്താ അങ്ങനെ നീട്ടാൻ കാരണം? ആ അംസ എന്താണ് കാരണം? അതിൻ്റെ പേരെന്താ? മദ് മുംഫസിൽ എന്നാണ് അതിന് പറയാറുള്ളത്. പിന്നെ അലിഫ്, വാവ്, യാ, അതിൻ്റെ ശേഷം പിന്നെ എന്ത് ചെയ്യുക? അംസ വരിക. അത് ഒറ്റ പദത്തിലാണെങ്കിൽ അതിൻ്റെ പേര് മുത്തസിലെന്നും, വ്യത്യസ്ത പദങ്ങളാണെങ്കിൽ അതിന് പേര് മുംഫസിലെന്നാണ്. അതിൻ്റെ നിയമം 4 മുതൽ 6 വരെ നീട്ടി ഉച്ചരിക്കണം. അപ്പോൾ എങ്ങനെ ഓതണം? അല്ലം യറഹു അഹദ്. ലം മീമിനെ മണിക്കണ്ട, എന്ത് ചെയ്താൽ മതി? ലം എന്ന് മാത്രം ഇദ്ഹാറാക്കിയാൽ മതി. പിന്നെ യറഹു അഹദ് അവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത്. യറഹു അഹദ്. ആയത്തൊന്ന് ഓതി വയ്ക്കാൻ അലം നജ്അൽ ലഹു ഐനൈൻ. അലഹു എത്ര നീട്ടണം? 2 കതറേ നീട്ടാവൂ. നജ്അൽ എന്നുള്ള ലാമിനെ അടുത്ത ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം. പക്ഷെ എന്തുണ്ടാവില്ല? മണിക്കലും ഉന്നത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ ഓതണം? അലം നജ്അൽ ലഹു. ആ ഐനൈൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നിർത്തണ്ടേ? ഐനൈൻ ഐനൈൻ അല്ലേ? ഇതാണ് നിയമം. പിന്നെ ഈ യാ കണ്ടില്ല നിങ്ങൾ? അതിൻ്റെ മുമ്പുള്ള അക്ഷരം പിന്നെ ഈ അക്ഷരം അതിന് മുമ്പ് ഫതഹ് വരികയാണെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്? മദ്ദുല്ലീൻ. മദ്ദുല്ലീൻ എന്ന് പറഞ്ഞാൽ ഒരു വിമാനം ഇങ്ങനെ ഇറക്കുമ്പം അത് ഒറ്റയടിക്ക് ടും എന്ന് പറഞ്ഞാൽ ഇറക്കല്ല ചെയ്യുക. അങ്ങനെ സാവധാനം ഇങ്ങനെ താന്ന് 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 ഇങ്ങനെ വരും. ഇതേപോലെ ഐനൈൻ എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. ഐനൈൻ സോഫ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരണം എന്നാ. അതാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. ലി ഈലാഫി ഖുറൈഷ്. ഖുറൈഷ് എന്ന് പറയാൻ പാടില്ല.
ലിഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്. അങ്ങനെ ആദ്യം ഉണ്ടാവുന്ന ആ ഉച്ചാരണത്തിലെ ശക്തി അത് പിന്നെ ഇങ്ങനെ നിർത്തുമ്പോൾ ഇങ്ങനെ താന്ന് വരണം. അതാണ് മദ്ദുല്ലീൻ എന്നാണ് അതിന് പറയാറുള്ളത്. അതിൻ്റെ നിയമം അതാണ്. യാവോ വാവോ വരിക, അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ് വരിക, അവിടെ വഖഫും ചെയ്യുക. വഖഫ് ചെയ്തില്ലെങ്കിൽ ഇത് ഉണ്ടാവില്ല. വഖഫ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഐനൈനി എന്ന് തന്നെ പറയാം. വഖഫ് ചെയ്യുമ്പോഴാണ് എന്ത് ആ നിയമം വരുന്നത്. അപ്പോൾ എങ്ങനെ ഓതണം? അലം നജ്അൽ ലഹു ഐനൈൻ. അതേപോലെ തന്നെയാണ് ഇത് ഷഫത്തൈൻ എന്ന് അറിയണം. വലിസാനം വശഫതൈൻ. ഷഫതൈൻ ആരണ്ടായിരത്തി ഓദിക്കാൻ. എന്തെങ്കിലും തജ്വീദിലെ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. എന്നാ അർത്ഥം പറഞ്ഞോളി. ലഖദ് ഖലഖ്നൽ ഇൻസാന. എന്താ? ലഖദ് തീർച്ചയായിട്ടും. ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. പിന്നെ ല എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ട് എന്നുള്ളതിനാ. നമ്മളിപ്പം ഐ ഹാവ് എന്ന് പറയില്ല ഇംഗ്ലീഷിൽ. അതിൻ്റെ അർത്ഥം എന്താ? എനിക്കുണ്ട്. അതേപോലെ ഉണ്ട് എന്ന് തറപ്പിച്ച് പറയാൻ വേണ്ടി, പെർഫെക്റ്റ് ആക്കി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാണിത് ലാമ്. അപ്പം ലഖദ് ലഖദ് ഖലഖ്ന തീർച്ചയായും നാം സൃഷ്ടിച്ചിട്ടുണ്ട്. തീർച്ചയായും നാം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല, ഉറപ്പായിട്ടും നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അൽ ഇൻസാന മനുഷ്യവർഗത്തെ. പിന്നെ പറയുന്നത് ഏതാ? ഫി കബദ്. കബദ് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്താ? ക്ലേശം സഹിക്കുന്ന രൂപത്തിൽ, പ്രയാസങ്ങളെ മല്ലിടുന്ന രൂപത്തിൽ എന്നൊക്കെയാണ് പദത്തിൻ്റെ അർത്ഥം. അപ്പം ക്ലേശം സഹിക്കുന്ന, ബുദ്ധിമുട്ട് സഹിക്കുന്ന, പ്രയാസവും വിഷമവും സഹിക്കുന്ന രൂപത്തിലാണ് മനുഷ്യവർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത്. പിന്നെ അയഹ്സബു അവൻ വിചാരിക്കുന്നുവോ, അവൻ കരുതുന്നുവോ. എന്ന് പറഞ്ഞാൽ ചോദ്യചിഹ്നം അല്ലേ? അയഹ്സബു അവൻ വിചാരിക്കുകയാണോ, കണക്ക് കൂട്ടുകയാണോ? അല്ലൻ യഖ്ദിറ അലൈഹി. ഖദറ എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ ഭാഷാന്തരം കൊടുത്ത് പിടികൂടുക എന്നാണ്. ഖദറ അല എന്ന് പറഞ്ഞാൽ, ഖദറ അല എന്ന് പറഞ്ഞാൽ ഞെരുക്കി കളിയാന്നാണ്. ഒരാളെ ഞെരുക്കി കളിയണതിനാണ് എന്ത് പറയുക? ഖദറ എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത്. അപ്പോൾ അയഹ്സബു മനുഷ്യൻ വിചാരിക്കുന്നുവോ, അല്ലൻ യഖ്ദിറ അലൈഹി അവനെ പിടികൂടാൻ സാധിക്കില്ലെന്ന്. അഹദ് ഒരാൾക്കും അവനെ പിടികൂടാൻ സാധിക്കുകയില്ല എന്നാണോ മനുഷ്യൻ ധരിച്ചു വച്ചിട്ടുള്ളത്? യഖൂലു ആ മനുഷ്യൻ പറയുന്നു അല്ലെങ്കിൽ ജൽപ്പിക്കുന്നു. അഹ്ലക്തു ഞാൻ ചെലവഴിച്ചു, മാലൻ സമ്പത്ത്, ലുബദ ധാരാളം സമ്പത്ത് ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്നവൻ വാദിക്കുകയും ചെയ്യുന്നു. അയഹ്സബു ആ മനുഷ്യൻ വിചാരിക്കുന്നുവോ, അല്ലം യറഹു അവനെ കാണുന്നില്ലെന്ന്. അഹദ് ഒരാളും അവനെ കാണുന്നില്ലെന്നാണോ അവൻ വിചാരിക്കുന്നത്? എന്താ അപ്പം ആ ചോദ്യം? ആദ്യത്തെ ആയത്ത് ലഖദ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ മനുഷ്യവർഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് പ്രയാസം സഹിക്കുന്ന രൂപത്തിലാണ്, ക്ലേശങ്ങൾ അഭിമുഖീകരിക്കുന്ന രൂപത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാ പടച്ചോൻ ആദ്യം തന്നെ അങ്ങനെ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്? മനുഷ്യന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യം നഷ്ടപ്പെടും അല്ലേ? ഞാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യണ കാര്യം എനിക്ക് കിട്ടൂല ചിലപ്പോൾ. അങ്ങനെ ഉണ്ടാവാറില്ലേ? അതേപോലെ ഞാൻ ഒരിക്കലും കൊതിക്കാത്ത, പൂതി വെക്കാത്ത, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കും ചെയ്യും.
രണ്ടും ഉണ്ടാവും. ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും ഉണ്ടാവും, ഞാൻ ഇഷ്ടപ്പെട്ട കിട്ടൂല്ല, ഞാൻ വെറുക്കണ ചിലപ്പോൾ എനിക്ക് കിട്ടും ചെയ്യും, അനുഭവിക്കും വേണ്ടി വരും. ഇത് രണ്ടും ദുനിയാവിൻ്റെ അവസ്ഥയാണ്. അപ്പം ഈ രണ്ടവസ്ഥയുണ്ടാവും. ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ മനുഷ്യന് വരാൻ പോകുന്ന ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ദുനിയാവിൽ എന്തായാലും പ്രയാസങ്ങളുണ്ടാവും, ക്ലേശങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, അല്ലേ, ക്ഷീണം ഉണ്ടാവും. എന്നാൽ ദുനിയാവും കിട്ടൂല, പരലോകം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നഷ്ടം വരാനുള്ളത്. അതാണ് അതിന് പഠിക്കാനുള്ള മറ്റൊരു പാഠം. അപ്പോൾ ദുനിയാവിൽ പ്രയാസം ഉണ്ടാവും, ആ പ്രയാസം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദുനിയാവിനെ ആ രൂപത്തിൽ അഭിമുഖീകരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, പരലോക വിജയം ലഭിക്കുക എന്നതാണ് അതിൽ നിന്ന് പിന്നെ ഒരു പാഠം പഠിക്കാനുള്ളത്. മഹാനായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, മതാ യജിദുൽ അബ്ദു തുഅമർ റാഹ, എപ്പോഴാ ഈ ദുനിയാവുന്നൊരു ആശ്വാസം? ഇത് എന്നും പ്രയാസം. ആലോചിച്ച് നോക്കി നിങ്ങൾ, മനുഷ്യൻ ഗർഭത്തെ ശിശുവായിരിക്കുമ്പോൾ ആ ഉമ്മ സഹിക്കണ പ്രയാസം, അല്ലേ? ഒരു ഇരുട്ടറകളിൽ ആ കുഞ്ഞിങ്ങനെ ജീവിക്കണ ഒരു കാലഘട്ടം, മറ്റാരും അവനോട് സംസാരിക്കാനൊന്നും ഇല്ലാത്തൊരു സമയം, ആ ഉമ്മയുടെ പിന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതിനേക്കാൾ വലിയ പ്രയാസം അനുഭവിക്കണം. ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള പലതും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അതും ഒരു പ്രയാസം. ഓനിങ്ങനെ വളർന്നു വരുന്ന ആ രംഗം, അതും പ്രയാസം, അല്ലേ? ഏതെങ്കിലും സംസാരിക്കാൻ പോലും അറിയാത്ത എന്തെങ്കിലും ഒരു കൊതുകൊക്കെ കടിക്കുമ്പോൾ അപ്പോഴും കരയാനല്ലാതെ മറ്റൊന്നും അറിയാത്ത ആ രൂപത്തിലുള്ള പ്രയാസം. ഇങ്ങനെ വളർന്നു വന്നാലും അവൻ്റെ പഠനം ഇങ്ങനെ തുടങ്ങി അവൻ്റെ മരണം വരെ എടുത്തു നോക്കി നിങ്ങൾ. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, മറ്റൊന്ന്, 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 ഒക്കെ പ്രയാസത്തിൻ്റെ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. 10 15 വയസ്സാകുമ്പോൾ വൈകാരികമായി അവൻ മല്ലിടുന്ന ഒരുപാട് പ്രയാസങ്ങൾ, അല്ലേ? അവൻ്റെ ഇച്ഛകളോട് മല്ലടിക്കുന്ന പ്രയാസങ്ങൾ, 10 20 വിവാഹം കഴിഞ്ഞാൽ വേറെ രൂപത്തിലുള്ള പ്രയാസങ്ങൾ, അധ്വാനിക്കേണ്ട പ്രയാസങ്ങൾ, ജോലി ചെയ്യേണ്ട പ്രയാസങ്ങൾ, ഇങ്ങനെ തുടങ്ങി മക്കളെ നോക്കേണ്ട പ്രയാസങ്ങൾ, ഇങ്ങനെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവന് ശാരീരികമായി വളരെ പ്രയാസപ്പെടുന്ന മറ്റൊരു പ്രയാസം, അല്ലേ? അപ്പോൾ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിനോട് അങ്ങനെ മല്ലിടാൻ. അപ്പോഴാണ് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കണേ, എപ്പോഴായി ദുനിയാവ് നിനക്കൊരു ആശ്വാസം കിട്ടുക? നമ്മളിങ്ങനെ വിചാരിക്കും കുറേ വയസ്സായൊക്കെ കുട്ടികൾ നോക്കിയോളൂന്ന്. നമുക്കൊക്കെ അങ്ങനെ ചിന്തല്ലേ? നിങ്ങൾ ഒരിക്കലും അങ്ങനെ കൊതിക്കണ്ട. എത്ര വയസ്സായാലും കബർക്കാണ്ട് കാല് വെക്കണവരെ കുട്ടികളെ നിങ്ങൾ നോക്കേണ്ടി വരും. അതാണ് ഇന്നത്തെ ദുനിയാവ്. ഇന്ന് അങ്ങനെയാണ്, അല്ലേ? അതുവരെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് കാണിക്കണം എന്താ? ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ പോയി തല വെക്കേണ്ടി വരും. പ്രശ്നങ്ങളുണ്ടാവും, മക്കളെ പ്രശ്നം ഉണ്ടാവും, മക്കളെ പ്രശ്നം ഉണ്ടാവും, കെട്ടിച്ചോർത്ത് പ്രശ്നം ഉണ്ടാവും, അവിടെ പ്രശ്നം ഉണ്ടാവും, ഇതൊക്കെ തല കൊടുക്കേണ്ടി വരും നമ്മൾ. ഈ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ മല്ലടിക്കുന്നതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരും. എന്തു വേണം? വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു മുള്ള് കുത്തുന്നത് വരെ, തറക്കുന്നത് വരെ അതുമൂലം നമ്മളെ പാപങ്ങൾ അല്ലാഹു തആല മായ്ച്ചു കളയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിശ്വാസത്തോടു കൂടിയാണ് ഞാനിതൊക്കെ മല്ലിടുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പരലോകത്ത് വിജയം കിട്ടും. അല്ലെങ്കിൽ പരലോകം ഉണ്ടാവില്ല, ഇഹലോകം ഉണ്ടാവില്ല, ഇഹലോകം ഉണ്ടാവില്ല, പരലോകം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഇവിടെ പ്രയാസം ഉണ്ടെങ്കിലും പരലോകം നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അതിന് ഉത്തരം പറയണ എന്താ? എപ്പോഴാണ് ആശ്വാസം കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ ഇന്ത അവ്വലി ഖദമിൻ യളഉഹാ ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യത്തെ കാലടിയാട് വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് ആശ്വാസം ലഭിക്കാൻ പോകുന്നത്. എന്നാൽ അതിന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുനിയാവിൽ നമുക്ക് ആശ്വാസം എന്ന് പറഞ്ഞിട്ട് സംഗതി ഇല്ല എന്നുള്ളതാണ്. പരലോകത്ത് സ്വർഗത്തിലേക്കാണ് കാല് വെച്ചാലേ ആശ്വാസം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹസൻ ബസരി റഹ്മഹുല്ലാ പറയുന്നത് കാണാം, ലൈസ യൗമുൻ യഅതി മിൻ അയ്യാമി ദുനിയ, ദുനിയാവിലെ ഒരു ദിവസവും തന്നെ ഇല്ലാ യതകല്ലമു യഖൂൽ, ആ ദുനിയാവിലെ ആ ദിവസം നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? യാ അയ്യുഹന്നാസ് ഇന്നനി യൗമുൻ ജദീദ്, ഓരോ ദിവസം
നേരം പുലരുമ്പോൾ, പ്രഭാതമാകുമ്പോൾ ആ ദിവസം ആ മനുഷ്യനോട് ഇങ്ങനെ സംസാരിക്കാണ്, ഞാൻ പുതിയ ദിവസമാണ് കേട്ടോ, ഞാൻ പുതിയവനാണ്. വഅന അല മൻ യഅമലു ഫി ഷഹീദ്, ഞാൻ നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നതിനൊക്കെ സാക്ഷിയാണ് കേട്ടോ എന്ന ആ ദിവസം നമ്മളോട് വന്ന് പറയുന്നുണ്ട് എന്നാ. വ ഇന്നി ലൗ ഖറബത്തു ശംസ്, ഇന്ന് സൂര്യൻ അസ്തമിച്ചാൽ ലം അർജിയിലേക്ക്, ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരൂല, വേറൊരു പുതിയ ദിവസമാണ് വരിക, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരൂല. അപ്പം കഴിഞ്ഞു പോയ ദിനങ്ങൾ, മണിക്കൂറുകൾ, ആഴ്ചകൾ, മാസങ്ങൾ ഒക്കെ കഴിഞ്ഞു പോയി, അതിനി തിരിച്ചു വരില്ല, പുതിയ ദിനങ്ങളാണ് നമുക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ദുനിയാവിൽ നാം പ്രവർത്തിക്കേണ്ടത് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം നമ്മെ ആ വചനത്തിലൂടെ പഠിപ്പിക്കണം. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറയുന്ന മറ്റൊരു വാക്ക് കാണാം, അള്ളാഹു പിന്നെ മനുഷ്യപുത്രന്മാരിൽ ഒരാളും തന്നെ മല്ലടിക്കാത്ത രൂപത്തിലുള്ള അല്ലാത്തൊരു മനുഷ്യനും ഇല്ല. അള്ളാഹ് സൃഷ്ടിച്ച രൂപത്തിൽ ഏറ്റവും മല്ലടിക്കുന്ന സൃഷ്ടികൾ മനുഷ്യരാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്, കബദ് എന്ന് പറഞ്ഞാൽ ഫീ ഹംലി, ഗർഭം ധരിക്കണോടത്തുള്ള പ്രയാസം, വ വിലാദത്തി, പ്രസവിക്കണോടത്തുള്ള പ്രയാസം, വ റിളായി, മുലയൂട്ടുന്നിടത്തുള്ള പ്രയാസം, വിസാലി, ആ മുലകുടി നിർത്താനും പ്രയാസം അല്ലേ, പിന്നെ വനബത്തി അസ്നാനി, അവന്റെ പല്ലുകൾ മുളച്ചു വരുമ്പോഴുള്ള ആ പ്രയാസം, വേദന, വഹയാത്തി, ജീവിതം മുഴുവൻ, വമാശി, അവന്റെ ഉപജീവനത്തിൽ, വമമാത്തി, മരണത്തിലും. അപ്പോൾ ഒക്കെ പ്രയാസം, അതൊക്കെ ഉൾപ്പെടുന്ന ഒരു പദമാണിത്. പിന്നെ ഏത് ഖബദ് എന്ന് പറയുന്നത് എന്ന വലാ റാഹത്ത ലഹു ഇല്ലാ ഫിൽ ജന്ന. എന്നിട്ട് അദ്ദേഹം പറയാണ്, യഥാർത്ഥത്തിലുള്ള ആശ്വാസം എന്ന് പറയുന്നത് സ്വർഗത്തിലല്ലാതെ ഇല്ല എന്നുള്ള. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് ഹിഫ്ഫത്തുൽ ജന്ന ബിൽ മഖാരി, സ്വർഗത്തിലേക്കുള്ള വഴികളൊക്കെ നമുക്ക് വിമ്മിഷ്ടമായ, പ്രയാസകരമായ, തൃപ്തിയില്ലാത്ത കാര്യങ്ങളെ കൊണ്ടാണ് വലയം ചെയ്തതെന്ന്. ആ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് പ്രയാസമുള്ള വഴികൾ, ആ റബ്ബറൈസ്ഡ് റോഡല്ല, മറിച്ച് എന്താണ്, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ നരകത്തിലേക്ക് പോകാനോ നല്ല റബ്ബറൈസ്ഡ് റോഡാണ്. എല്ലാവരും നമ്മളെ മാടി വിളിക്കും, നമ്മളറിയാതെ അങ്ങോട്ട് പാറ്റകളെ പോലെ അവിടെ പോയി ചാടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് വിശദീകരിച്ചിട്ടുണ്ട്, അവിടെ കൂടുതൽ പോകണ്ട. അടുത്ത ആയത്ത് അയസബു, എന്താ അർത്ഥം? ആണോ? യഹ്സബു, കരുതുന്നുവോ, വിചാരിക്കുന്നുവോ, കണക്ക് കൂട്ടുന്നുവോ അല്ലേ? എന്ത്? അല്ലൻ യക്തിർ അലൈഹി അഹദ്, അല്ലൻ യക്തിർ അലൈഹി, അവനെ പിടികൂടാൻ അല്ലെങ്കിൽ അവനെ ഞെരുക്കിക്കളയാൻ സാധിക്കുകയില്ല എന്ന്. എന്താ അവിടെ ലൻ ഉപയോഗിച്ച്? ഇനി കുറച്ച് ഭാഷ നോക്കിയോളൂ കേട്ടോ. ആദ്യത്തിൽ എന്താ പറഞ്ഞത്? ലൻ അല്ലേ? രണ്ടാമത്തിൽ ലം യറഹു, ലം. ആദ്യത്തിൽ അല്ലൻ യഖ്ദിർ അലൈഹി അഹദ്. രണ്ടിന്റെ അർത്ഥം ഇല്ല, ഇല്ല എന്ന് തന്നെയാണ്. ലൻ എന്ന് പറഞ്ഞാലും ഇല്ല, ലം എന്ന് പറഞ്ഞാലും ഇല്ല. ലൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഭാവിയില്, ഇപ്പൊ നമ്മള് പ്രസന്റിലാണുള്ളത്, അല്ലേ? അടുത്ത നിമിഷം എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം? ഭാവിയാണ്. അപ്പൊ ഭാവിയില്, അടുത്ത ഭാവിയില് നിങ്ങളെ പിടികൂടാൻ അല്ലെങ്കിൽ ഞെരുക്കിക്കളയാൻ ഒരാളും ഇല്ല എന്നാണോ നിങ്ങൾ കണക്ക് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഉള്ളത് നോക്കണ്ട, അടുത്ത ഭാവിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരും, എന്നെ പിടികൂടും, ശിക്ഷിക്കും. ആരോടാണ് ഇത് പറയുന്നത്? ആരോടാണ് ഇത്? കേവലം അതിവിദൂരമായ ഒരു മനുഷ്യനോടല്ല അല്ലാഹു തആല സംസാരിക്കുന്നത്, മറിച്ച് ആരോടാണ്? നമ്മോട് തന്നെ പറയണം. നമ്മുടെ മനോഭാവം അത് തിരുത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളിങ്ങനെ ഗഫലത്തിലാ, അശ്രദ്ധയിലാ. ഇനിയിപ്പോൾ എനിക്ക് കുറേ ഉണ്ട് അല്ലേ, എൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള എമൗണ്ടൊക്കെ എൻ്റെ അടുത്ത് കയ്യിലുണ്ട്, അക്കൗണ്ടിലുണ്ട് അല്ലേ, എനിക്ക് നല്ല വാഹനമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, അത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോവും. പക്ഷേ അടുത്തൊരു നിമിഷം മതി. കണ്ടില്ല നിങ്ങൾ അവിടെ എന്താ മറിഞ്ഞ സ്ഥലത്തിന് പേര്? വാൽപ്പാറ. എന്ത്? വാൾപ്പാറ അല്ലേ?
ഓക്കെ, നിങ്ങൾ ഒരു സെക്കൻഡ് മതി ആക്കപ്പാടെ കുത്തി മറിഞ്ഞ് ആ കൊക്കയിലേക്ക് മറിഞ്ഞ്, ഒരു സെക്കൻഡ് മതി. ഇത്ര എളുപ്പം കൊണ്ട് അതൊക്കെ സംഭവിക്കണത് അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് അള്ളാഹുവിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നതാണ്. അപ്പം അതിവിദൂരമല്ല, മറിച്ച് അടുത്ത് തന്നെ അത് ഉണ്ടാകും. അപ്പം അതിന് പഠിക്കാനുള്ള ഒരു പാഠം, മനുഷ്യൻ പൊതുവെ തൻ്റെ ശക്തി, എൻ്റെ ശക്തി എന്ന മായയിൽ, മായ എന്ന് പറയുന്നത് എന്താ മലയാളത്തിൽ? മായ എന്നല്ല നിങ്ങൾ പറയല്? എന്താ ഈ മായ അറിയണത്? പിന്നെ യാഥാർത്ഥ്യമല്ലാത്ത ഒരു കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് തോന്നുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? മായ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ രാത്രിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കയറുണ്ട്. അപ്പം ശരിക്കും വെളിച്ചല്ല, അത് പാമ്പാണെന്ന് വിചാരിക്കാം. അപ്പം അത് ശരിക്കും എന്താണ്? കയറാണ്. നിന്റെ ധാരണയിൽ എന്താണ്? അത് പാമ്പാണ് അല്ലേ? ഇതിനാണ് മായ എന്ന് ഒരർത്ഥം പറയുന്നത്, മായ. ഇതേപോലെയാണ് നമുക്ക് ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള, തന്നിട്ടുള്ള എല്ലാ ശക്തിയും ഒരു പക്ഷേ ഉയർന്ന പൊസിഷനിലായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആധിപത്യം, രാജാധിപത്യം, അല്ലെങ്കിൽ സ്ഥാനം, ഇവിടുത്തെ പ്രസിഡന്റോ അല്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിയോ ഒക്കെ ആയിരിക്കാം നമ്മൾ. ആ സ്ഥാനമുണ്ട്, അതിൽ അങ്ങനത്തെ ശക്തി, സുൽത്താൻ എന്ന് പറയുന്ന ആ ശക്തി, ഈ രൂപത്തിലുള്ള ശക്തിയിലൊക്കെ ഇതൊക്കെ ഒരു മായയാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും യാഥാർത്ഥ്യമല്ല, ഒക്കെ താൽക്കാലികമാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിമിഷ നേരം കൊണ്ട്, നൊടിയുടെ നേരം കൊണ്ട് അതൊക്കെ നമ്മളടുത്ത് നിന്ന് വിട്ടുപിരിഞ്ഞു പോകും. അതിലൊന്നും എന്ത് ചെയ്യണ്ട? വഞ്ചിതരാവണ്ട. അതാണ് അയസ്സബു അല്ലം യറഹു അഹദ്, അയസ്സബു അല്ലം യഖ്തിർ അലൈഹി അഹദ് അല്ലേ? അപ്പം നമ്മളതിന് മനസ്സിലാക്കേണ്ടത്, ഇത് ശരിക്കും ആരാ ഇതിൽ വഞ്ചിതരാവുക? അഹങ്കാരമുള്ള മനുഷ്യനാണ് ഇതിൽ വഞ്ചിതരാവുക അല്ലേ? പിന്നെ തെറ്റായ ആത്മവിശ്വാസമുള്ള ആളുകളാണ് ഈ ചതിയിൽ വന്ന് ചാടുക. ശരിയായി അള്ളാഹുവിൽ വിശ്വാസമുള്ള, എത്ര വലിയ സമ്പന്നനാണെങ്കിലും, എത്ര വലിയ സ്ഥാനവും പൊസിഷനുള്ള ആളാണെങ്കിലും, അതിന് ഓനൊന്നും അവൻ്റെ ആ സ്ഥാനമോ മാനമോ അവൻ്റെ സമ്പത്തോ അവൻ്റെ ആരോഗ്യമോ ശക്തിയോ അവനെ വഞ്ചിതരാക്കൂല. കാരണം എന്താ? ഓന് മനസ്സിലാവും ഇത് ദുനിയാവാണ്, എത്ര പോയാലും ഇവിടെ വരെ പോവും, മരണം വരെ പോവുകയുള്ളൂ എന്ന് അവന് ശരിക്കും മനസ്സിലാക്കും. അതുകൊണ്ടാണ് പിന്നെ അള്ളാഹ് ചോദിക്കണത്, അയഹ്സബു അല്ലൻ യഖ്തിർ അലൈഹി അഹദ്, ഒരാളും അവനെ പിടികൂടാൻ സാധിക്കില്ലെന്നാണോ അവൻ കണക്ക് കൂട്ടുന്നത് അല്ലേ? അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ ചോദിക്കണ മറ്റൊരു ചോദ്യമുണ്ട്, അഫ അമിനു മക്റല്ലാഹ്, അവര് നിർഭയരാണോ? മക്റല്ലാഹ്, അള്ളാഹുവിൻ്റെ പദ്ധതിയിൽ നിന്ന് അള്ളാഹ് ഇങ്ങനെ പ്ലാൻ ചെയ്യുണ്ടാവും, ആ പ്ലാനിൽ നിന്ന് അവർ നിർഭയരാണോ അല്ലേ? ഫലാ യഅ്മനു മക്റല്ലാഹ് ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, പരാജിതരായ, നഷ്ടം ഭവിച്ച ആളുകൾക്ക് മാത്രമാണ്, ആ ജനവിഭാഗം മാത്രമാണ് അള്ളാഹുവിൻ്റെ പദ്ധതിയിൽ നിന്ന് പിന്നെ എന്താവുന്നത്? അതിൽ വഞ്ചിതരാവണം. പിന്നെ അള്ളാഹ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും, അതിനെപ്പറ്റി നമുക്കറിയില്ല, നമ്മളിങ്ങനെ നിർഭയരാണ് എന്ന് പറഞ്ഞിങ്ങനെ പോണ ഒരു ഇത് വരും. അപ്പം അള്ളാഹിൻ്റെ പിടുത്തത്തിൽ നമ്മളൊക്കെ വരും എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കി നിങ്ങൾ, ഇമാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്നല്ലാഹ ലയുംലി ലിദ്ദാലിം, ഇവിടെ ഇങ്ങനെ അക്രമം ചെയ്തു പോണ മനുഷ്യൻ അല്ലേ, ഒരു തമ്മാടിയായ അന്യായം ചെയ്യണ മനുഷ്യൻ, അവന് അന്യായം ചെയ്യാൻ വേണ്ടി, ളുൽമ് ചെയ്യാൻ വേണ്ടി അള്ളാഹു തആല ഇങ്ങനെ നീട്ടിട്ട് കൊടുക്കുന്ന, ഹത്താ ഇദ അഖദഹു, അങ്ങനെ ആ നീട്ടിട്ട് കൊടുത്ത ഓനങ്ങോട്ട് പിടികൂടിയാൽ ലം യുഫ്ലിത്തു, അവൻ പിന്നെ അവന് രക്ഷപ്പെടാൻ അള്ള പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പം നമ്മളിങ്ങനെ ഞാനിതൊക്കെ ചെയ്തിട്ടും അള്ള പെന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇന്നേലും മുമ്പ് ആ പാവം ആളുകളെ കൊണ്ടുപോയില്ലേ, അപ്പം ഇന്നൊന്നും പഠിച്ചോൻ ചെയ്തിട്ടില്ല, ഈ അക്രമമൊക്കെ ചെയ്യണ, അനീതിയൊക്കെ ചെയ്യണ എന്നെ ഒന്നും അള്ളാഹു തആല സെറ്റ് എന്ന് വിചാരിച്ച് ഈ ആക്രമണം ചെയ്യണ ആള് വിചാരിക്കേണ്ട, പഠിച്ചോൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല, ആ പിടുത്തം തരും. അപ്പോൾ അക്രമിയായ ആളുകൾക്ക്, അനീതി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ളുൽമ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നീട്ടിവിട്ട് കൊടുക്കും. എന്തിനാ നീട്ടിട്ട് കൊടുക്കണേ? ഏതെങ്കിലും ഒരു സമയത്ത് പക്ഷാതപിച്ച് മടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ സമയം നീട്ടിക്കൊടുക്കണത് എന്നുള്ളത്. അതുകൊണ്ടാണ് അയസ്സബു, ഇത്തരം മനുഷ്യന്മാർ വിചാരിക്കുന്നുവോ, അല്ലൻ യഖ്തിറ അലൈഹി അഹദ് അല്ലേ, ഒരു
സംഭവം ഇങ്ങനെ പറയാറുണ്ട്. ഒരാള് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ള ആളുകൾ പാവങ്ങളായ ദുർബലരായ ആളുകളെ കാണുമ്പോൾ ഇങ്ങനെ കളിയാക്കണ ഒരു സ്വഭാവം. അപ്പോൾ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കേ ആണ് എന്ത് ചെയ്യേണ്ടത്, ആരെ കണ്ടാലും ഒരു ദുർബലനായ മിസ്കീനായ ആളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനോഭാവം അല്ലേ, ഓനൊക്കെ താന്ന വർഗത്തിലെ മോശമാണ്, ഞാൻ ഹൈപ്പവറാണ് എന്ന ആ മനോഭാവം പെട്ടെന്നായിരിക്കും ഒരു നിമിഷം കൊണ്ട് അയാൾക്ക് പക്ഷാഘാതം ഉണ്ടാവുന്നത് അല്ലേ. ചില നാവിട്ടടിക്കണ ആളുകളൊക്കെ ഉണ്ടാവും. നാവിട്ടിട്ട് മറ്റോനങ്ങട്ട് അല്ലേ, ഏറ്റവും വലിയ വിഷം തീറ്റുന്ന പാമ്പാണേത്, നമ്മുടെ നാവ് എന്ന് പറയുന്നത്. ആ നാവ് വളരെ ശ്രദ്ധിക്കണം. ആ നാവ് കൊണ്ട് നമ്മൾ മറ്റവരെ വെട്ടാൻ പാടില്ല അല്ലേ. കത്തിയെടുത്ത് വെട്ടണേക്കാൾ അപകടമാണെന്ത്, നാവ് കൊണ്ട് ഒരാൾ ആക്രമിക്കുക എന്ന് പറയുന്നത്. അപ്പം ആ നാവിട്ടടിക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പം പെട്ടെന്നായിരിക്കും ചിലപ്പോൾ വല്ല സ്ട്രോക്കൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണത്, ആ നാവ് സംസാരിക്കാൻ സാധിക്കാതെ പോകുന്നത്. ആലോചിച്ചു, ഇതൊക്കെ നമ്മൾ കാണുന്ന ഓരോരോ സംഭവങ്ങളാണ്. അപ്പം റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനെയും പിടികൂടാൻ ഒരു സെക്കൻഡ് മതി എന്നുള്ളതാണ്. അപ്പോൾ ആ അവസ്ഥ വരുമ്പോൾ ഇങ്ങനെയുള്ള പക്ഷാഘാതമോ മറ്റേതെങ്കിലും രോഗങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാനൊന്നുമല്ല, എന്നെ പിടികൂടാൻ ഇവിടെ ആളുണ്ട് എന്ന് ശരിക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി, കാറ്റടിക്കുമ്പം ഇല എന്താ നിങ്ങൾ പറയാ, ലീഫില്ലേ, മരത്തിൻ്റെ ഇലകളില്ലേ, അതെന്താ ചെയ്യാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിമറിയും അല്ലേ, ആടിമറിയും. അപ്പം ഇല വിചാരിക്കും എന്ത്, ഞാൻ അവിടെ ഇങ്ങനെ ഉറച്ചിക്കും, പക്ഷേ ഇലക്ക് സാധിക്കുമോ? ഇല്ല. കാറ്റെന്ത് ചെയ്യും, കാറ്റ് ഉദ്ദേശിച്ചെടുത്ത് അതിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഇതേപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. മനുഷ്യൻ വിചാരിക്കും എന്ത്, എന്നെ നോക്കാൻ എനിക്ക് നല്ല ശക്തി അങ്ങേപ്പുറത്തുണ്ട്, പട്ടാളക്കാരുണ്ട്, ഈ മരം ഇലയെ സംരക്ഷിക്കുമെന്നാണ് ആര് വിചാരിച്ചത്, ഇല വിചാരിക്കണത് അല്ലേ. പക്ഷെ കാറ്റ് വന്നപ്പോൾ എന്തായി, മരവും ഇല്ല, മരത്തണ്ടുമില്ല, അതിന് ചുറ്റുപാടുള്ള മരങ്ങളൊന്നും കാക്കൂല, മറിച്ച് എന്ത് ചെയ്യും, ആ ഇല ആട്ടോട്ടും പാറി തായോട്ട് കുഞ്ഞോട്ട്. ഇതേപോലെ നമ്മളൊക്കെ നമ്മളെ നോക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ ഇവിടെ പട്ടാളക്കാരുണ്ട്, മറ്റതുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ ഒരു നിമിഷ നേരം കൊണ്ട് നമ്മൾ താഴെ വന്നു വീഴാൻ. അതുകൊണ്ടാണ് അയസബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അള്ളാഹുവിൻ്റെ ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. അടുത്ത എന്താ പറയണത്, അടുത്ത് യഖൂലു, ആ മനുഷ്യൻ പറയും എന്ത്, അഹ്ലക്തു, ഞാൻ നശിപ്പിച്ചു കളഞ്ഞു എന്നാ ശരിക്കും അതിൻ്റെ അർത്ഥം അല്ലേ. ഞാൻ ചെലവഴിച്ചു എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. മാലൻ, സമ്പത്ത്, ലുബദ, ധാരാളം സമ്പത്ത് ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് അയാളുടെ വാദം അല്ലേ. അതുകൊണ്ട് ഈ സമ്പത്തൊക്കെ ഇങ്ങനെ കൊടുക്കണ എന്നെ എല്ലാവരും ബഹുമാനിക്കും, ആദരിക്കും, എന്നെ പിടികൂടാൻ ആർക്കും സാധിക്കൂല എന്നാണ് ആളുകളുടെ ആ ഒരു മനോഭാവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ വരിക്കണം. നമ്മളൊക്കെ കൂട്ടത്തിൽ നമ്മുടെയൊക്കെ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കി, ഒരാൾ ഫഹ്ർ അടിക്കൽ എങ്ങനെ, അതിനൊക്കെ കൊടുത്തത് ഞാൻ കൊടുത്തതാണ് അതൊക്കെ അല്ലേ, അങ്ങനെ പറയും. അതിലെന്താ ഉള്ളത്, ലോകമാന്യത്തിന് വേണ്ടി കൊടുത്തതാണ്, അല്ലെങ്കിൽ ഫഹ്ർ നടിക്കാൻ വേണ്ടി കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ അയാൾ കുറേ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ആ സമ്പത്ത് കൊടുത്തതൊന്നും അള്ളാഹുവിൻ്റെ തൃപ്തി മൂലമല്ല, അള്ളാഹുവിൻ്റെ കൂലി ലഭിക്കാനല്ല, മറിച്ച് മറ്റൊരു ഉദ്ദേശത്തോടുകൂടി, റിയാഓടുകൂടിയാണ് അയാൾ ആ ചെലവഴിച്ചതൊക്കെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മറ്റെടുത്ത് പറയണം, അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മക്കാബിർ അല്ലേ. ആ പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഇത് ഏതുവരെ ഉണ്ടാവും, ഖബർ കാണുന്നത് വരെ ഉണ്ടാവും. മനുഷ്യൻ്റെ മനോഭാവം, ആ ചിന്ത അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെയും വിവരിക്കണം. അതേ ആശയം തന്നെയാണ് ഇത് യഖൂലു അഹ്ലക്തു മാലൽ ലുബദ. അപ്പം നമ്മുടെയൊക്കെ പ്രവർത്തനം കാണുമ്പോൾ അള്ളാഹു എന്നെ ശിക്ഷിക്കൂല, അള്ളാഹു എന്നൊന്നും ചെയ്യൂല എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കണ്ട. നമ്മുടെ പ്രവർത്തനം റബ്ബിൻ്റെ തൃപ്തി അനുസരിച്ചാണ് എങ്കിൽ അള്ളാഹു തആല എന്തു ചെയ്യും, അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകും എന്നുള്ള. മനുഷ്യൻ പറയുന്ന ഒരു ഇത് ഹദീസിൽ ഇങ്ങനെ വിരിക്കണ കണ്ട, യഖൂലു ഇബ്നു ആദം, മനുഷ്യപുത്രൻ പറയും, മാലി മാലി, എൻ്റെ സമ്പത്ത് എന്നിങ്ങനെ മനുഷ്യൻ
വാവിട്ട് ഇങ്ങനെ പറയും അല്ലേ, അതൊക്കെ എൻ്റെ സമ്പത്താണ്, ഇതൊക്കെ എൻ്റെ സമ്പത്താണ് എന്ന് മനുഷ്യൻ ഇങ്ങനെ പറയും. അള്ള ചോദിക്കാം വഹല്ലക്ക ഇല്ലാമ അക്കൽത്ത, യഥാർത്ഥത്തിൽ ഇതൊക്കെ എൻ്റെ സമ്പത്താണ്, ഇതൊക്കെ എൻ്റെതാണ്, ഇതൊക്കെ എൻ്റെതാണ് അല്ലേ, ഈ വാഹനം എൻ്റെതാണ്, ഈ സമ്പത്തിൻ്റെതാണ്, ഈ വീടിൻ്റെതാണ് എന്നൊക്കെ പറയണ ഈ മനുഷ്യൻ ആ നിമിഷം അങ്ങോട്ട് മരിച്ചാൽ അതാരുതായി? അനന്തരാവകാശികളുടേതായി. എൻ്റേതല്ല, എൻ്റെ മക്കളോ ആരാണോ അതിന് അർഹപ്പെട്ടത് അവരുടേതായി. പിന്നെ എൻ്റെ കബറുമായിട്ട് ആ മക്ബറയിലേക്ക് കൊണ്ടുപോകുമ്പം ഇതൊന്നും, ഈ വീട് വരുന്നില്ല, എൻ്റെ വാഹനം അടിപൊളി വാഹനം അത് വരുന്നില്ല, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഒന്നുമില്ല. മറിച്ച് എന്തേ ഉണ്ടാവുള്ളൂ? എനിക്ക് കിട്ടിയത് ഞാൻ ധരിച്ച വസ്ത്രം, അത് ഞാൻ അനുഭവിച്ചു, ഞാൻ ഭക്ഷിച്ച ഭക്ഷണം അതും എനിക്ക് കിട്ടി, ഞാൻ ചെലവഴിച്ചത് ദാനമായി കൊടുത്തത് അതെൻ്റെ അക്കൗണ്ടിൽ വരും. അത് ഒരാൾക്കും പിടിച്ചേക്കാൻ കഴിയില്ല അല്ലേ. നമ്മൾ ദാനമായി മറ്റൊരാൾക്ക് കൊടുത്തത് ഒരാൾക്കും പിടിച്ചേക്കാൻ പറ്റില്ല. നമുക്ക് കബറിലും കബറിലെ ജീവിതത്തിന് ശേഷവും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരേ ഒരു സമ്പത്താണ് ഇത്. അതുകൊണ്ടാണ് ഇതാ മാത്തൽ ഇൻസാനു ഇങ്ക താമലു ഇല്ല അൻസലാസ് എന്ന് റസൂലുള്ള പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ഉപകാരപ്പെടുന്ന മുറിഞ്ഞു പോവാത്ത 3 കാര്യങ്ങൾ ഏതാണ്? സദഖത്തുൻ ജാരിയ, പിന്നെ ഇൽമുൻ യുൻതഫഉ ബിഹി, പിന്നെ 3-മത്തെ കാര്യം വലദുൻ സാലിഹുൻ യദ്ഉ ലഹു അല്ലേ. സദഖത്തുൻ ജാരിയ എന്ന് പറയുന്നത് എന്താ? മുറിഞ്ഞു പോവാത്ത രൂപത്തിലുള്ള ആ സദക്ക എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു കഴിഞ്ഞാലും അയാൾ അക്കൗണ്ടിലേക്ക് ആ കൂലി, ഇപ്പോൾ ഒരാൾ ഒരു പള്ളി ഉണ്ടാക്കി, അല്ലെങ്കിൽ അയാളൊരു കിണർ വെച്ചു കൊടുത്തു, ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കണ കാലം അത്രയും എത്ര കാലമായാലും ആ കിണർ കുഴിച്ചു കൊടുത്ത ആ ദാനം ചെയ്ത ആൾക്ക് എന്ത് ചെയ്യും? അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അതിന് പള്ളിയാണെങ്കിൽ അവിടെ എത്ര ആൾ സുജൂദ് ചെയ്യണോ അതിനനുസരിച്ചുള്ള പ്രതിഫലം അയാളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതേപോലെ അയാൾ ഒരു അറിവ്, ഒരു ദീനിയായ അറിവ്, നാഫിയായ അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ആൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ അയാൾ ചെയ്യുന്നതിൻ്റെ കൂലിയും ഇയാൾക്ക് വന്നുകൊണ്ടിരിക്കും. അതേപോലെ മക്കള് ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്. ആ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലം ആ പിതാവിനും മാതാവിനും വന്നുകൊണ്ടിരിക്കും എന്നുള്ള. ബാക്കിയൊക്കെ നമ്മളെ അക്കൗണ്ട് പോവും, അല്ലാത്ത വീട് പോവും, എല്ലാം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാനൊക്കെ ഇനിയും കുറേ കാലം ജീവിക്കും, പക്ഷേ പെട്ടെന്നായിരിക്കും നമ്മുടെ ആയുസ്സും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ഏകാന്തനാവുന്നത്. ആ സമയത്ത് നമ്മൾ പറയും ഞാൻ ഈ സമ്പത്ത് അയച്ചതൊക്കെ വെറുതെ ആയല്ലോ, ലോകമാന്യത്തോടു കൂടി ആയിരുന്നല്ലോ, യക്കൂലു അഖിലക്തുമാലല്ലു പദ എന്നവിടെ വെച്ച് അവൻ പറയും. അപ്പം നമ്മൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം സമ്പത്ത് ചെലവഴിക്കേണ്ടതെന്നാ. മാല് എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് ഒരു വെള്ളം പോലെയാണെന്നാ. എന്താ വെള്ളത്തിൻ്റെ പ്രത്യേകത? എന്താ? ആ വെള്ളം നല്ല കൃഷിയുള്ള ഭൂമിയിൽ ആ വെള്ളം നമ്മൾ നനച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ആ വെള്ളം അവിടെ ഒഴുക്കിയാൽ എന്തുണ്ടാവും? ആ ചെടികൾ ഇങ്ങനെ മുട്ടിട്ട് വളർന്ന് വരും. എന്നാൽ അതേ വെള്ളം കൊണ്ടുപോയിട്ടൊരു ഒരു കുയിലാക്കിയിട്ട് നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താവും? കുറേ കാലം കഴിയുമ്പം ആർക്കും കൊടുക്കാതെ അവിടെ ഇങ്ങനെ ആ കുണ്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും? അതിങ്ങനെ നീരാവിയായി നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇതേപോലെയാണ് സമ്പത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ്? അത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം, അപ്പോഴേ അത് വളരുള്ളൂ. അതിങ്ങനെ സൂക്ഷിച്ച് കുണ്ടിലാക്കി വെച്ചാൽ എന്ത് ചെയ്യില്ല? അതിന് വളർച്ച ഉണ്ടാവില്ല, നമുക്കും കിട്ടൂല, മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ആയത്ത് എന്താണത്? അയഹ്സബു അല്ലം യറഹു അഹദ്. അയഹ്സബു, ഈ മനുഷ്യൻ വിചാരിക്കുന്നുവോ ഒരാളും തന്നെ അവനെ കാണുന്നില്ല എന്ന്? അതവിടെ ചോദിക്കാനുള്ള കാരണം നമ്മൾ സമ്പത്ത് ചെലവഴിക്കുമ്പോഴും മറ്റ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോഴുമൊക്കെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ട എല്ലാ ഇപ്പോൾ ഒരു നമസ്കാരം നമ്മൾ കൂട്ടത്തിലാവുമ്പോൾ നിസ്കരിക്കും, ആ യഥാർത്ഥത്തിൽ നമസ്കാരമല്ല അല്ലേ. കൂട്ടത്തിലാകുമ്പോൾ നമ്മൾ നോമ്പ് വെക്കും, കൂട്ടത്തിലാകുമ്പം നമ്മൾ കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യും.
ഒറ്റക്കാവുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു റൂമിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് എങ്ങോട്ട് പോകുന്നു? ഇവിടെയാണ് പ്രശ്നം. എൻ്റെ കൈവിരൽ എവിടേക്ക് പോകുന്നു? എവിടേക്കാണ് ഞാൻ ആ കൈവിരൽ പ്രസ് ചെയ്യണത്? ഇതാണ് പ്രശ്നം. കൂട്ടത്തിലാവുമ്പോഴല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണത് അയഹ്സബു അല്ലം യറഹു അഹദ്, ഒരാളും ഇവനെ കാണുന്നില്ല എന്നാണോ പിന്നെ മനുഷ്യർ വിചാരിക്കണമെന്ന്. അപ്പം നമ്മളൊക്കെ ഏറ്റവും ലജ്ജ കാണിക്കേണ്ടത് മനുഷ്യർ കാണും എന്നതിലല്ല. മനുഷ്യർ കണ്ടില്ലെങ്കിലും അല്ലാഹു തആല കാണുന്നു എന്നതിലാണ് നമുക്ക് എപ്പോഴും പിന്നെ എന്തുണ്ടാവേണ്ടത്? ലജ്ജ ഉണ്ടാവേണ്ടത് എന്ന് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ഈ ഒരു ബോധം അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഞാൻ ചെയ്യണ ഈ കർമ്മങ്ങളൊക്കെ, ഈ പ്രവർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഞാൻ തിന്മ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ഹൃദയം അതുമൂലം ഇരുണ്ടു പോവുകയാണ്. അതേപോലെ പിന്നെ എൻ്റെ ഹൃദയത്തിലുള്ള ഈമാനാകുന്ന പ്രകാശം അത് വലിച്ച് പുറത്തേക്ക് പോവുകയാണ് എന്നതിലായിരിക്കണം നമ്മളെപ്പോഴും പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ലഅലമന്ന അഖ്വാമൻ, ഒരു വിഭാഗം ആളുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരം തരാം, മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം. എന്താ അവർ പ്രത്യേകത? യഅ്തൂന യൗമൽ ഖിയാമ, പുനരുത്ഥാന നാളിൽ അവർ വരും, ബിഹസനാത്തിൻ, കുറേ നന്മ കാരുണ്യ പ്രവർത്തനം അവർ ചെയ്തിട്ടുണ്ടാവും. അംസാലി ജിബാലി തിഹാമ ബീലൻ, ഉയർന്നു നിൽക്കുന്ന തിഹാമ പർവ്വതത്തെ പോലെ ഉയർന്നു നിൽക്കുന്ന വണ്ണമുള്ള പിന്നെ ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്തിട്ടാണ്, ഹസനാത്തുകളൊക്കെ ചെയ്തിട്ടാണ് അവർ പുനരുദ്ധാന നാളിൽ വരുന്നത്. പക്ഷേ ഫസയജ്അലുഹുല്ലാഹു ഹബാ മൻസൂറ, ആ പ്രവർത്തനത്തെയൊക്കെ അള്ളാഹു ധൂളികളാക്കി മാറ്റിക്കളയും എന്നുള്ള കാരണം എന്താ? കീല മൻഹും. അപ്പം സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ആരാണ് ഈ കൂട്ടർ നബിയെ? ഖാല ഖൗമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ല ഇൻതഹഖൂഹ, ഒരു ജനവിഭാഗം അവർ ഒഴിഞ്ഞിരിക്കുമ്പോൾ, കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുമ്പോൾ അവർ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അള്ളാഹുവിൻ്റെ പവിത്രതയെ, അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ അവർ പിച്ചു ചീന്തും എന്ന ആ വിഭാഗം ആളുകളാണ്. അപ്പം സ്വകാര്യമായി രഹസ്യമായി അള്ളാഹുവിന് തൃപ്തിയുള്ള പ്രവർത്തനങ്ങൾ അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് തഹജ്ജുദ് നിസ്കാരം. ആരും കാണൂല നമ്മളെ, അല്ലേ? ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കണ്ടേ മനസ്സിലാക്കാം, ഓന് എന്താണ് രഹസ്യമായി അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യനാണ് എന്നുള്ളത്. അതേപോലെ സുബീക്ക് ഒരാൾ ജമാഅത്തിന് വരുന്നെങ്കിൽ മനസ്സിലാക്കാം, ഓന് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനാണ് എന്ന്, അല്ലേ? അപ്പം ഈ സ്വഭാവങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ള. ഒരു സാലിഹായ സലഫു സാലിഹായ ഒരു മനുഷ്യൻ തൻ്റെ സർവൻറ്റിനെ, തൻ്റെ വീട്ടിലുള്ള സർവൻറ്റിനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു കാര്യം, ഒരു ജോലി അയാൾക്ക് കൊടുത്തു. ഒരു ആടിനെ കൊടുത്തിട്ട് ഈ ആടിനെ ആരും കാണാത്തടത്ത് പോയി അറക്കണം എന്ന് പറഞ്ഞു, അല്ലേ? ഒരു കുട്ടി, ഒരു മനുഷ്യനും കാണാത്ത രൂപത്തിൽ അറുത്തിട്ട് എന്ത് ചെയ്യണം? അത് സദഖ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സർവൻറ്റ് പറയാണ്, ആരും കാണാത്തൊരു സ്ഥലം ദുനിയാവിൽ ഞാൻ കാണുന്നില്ല. ആരുമില്ലെങ്കിലും ഏത് ഇരുട്ടത്തായാലും ഏത് രഹസ്യമായ സ്ഥലത്തായാലും അള്ളാഹു കാണുമല്ലോ. അതുകൊണ്ട് ആരും കാണാത്തൊരു സ്ഥലം ദുനിയാവിലില്ല. ഇതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. റബ്ബ് കാണുന്നുണ്ട് എന്ന ആ ബോധത്തോടു കൂടിയായിരിക്കണം ഞാൻ എങ്ങോട്ട് പോയാലും അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്, അല്ലേ? ആലോചിക്കും, നമ്മൾ ചെയ്യണ പ്രവർത്തനമൊക്കെ ഒരു ക്യാമറ ഇവിടെ ഉണ്ടെങ്കിൽ ആ ക്യാമറ പുറം ലോകത്തേക്ക് അത് പ്രക്ഷേപണം ചെയ്തു കൊടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയ ആ സമയത്ത് നമ്മൾ തെറ്റിയോ? ഇല്ല. തെറ്റിയോ? ഒരിക്കലും നമ്മൾ തെറ്റിയില്ല. എന്നാൽ ആ ക്യാമറനേക്കാൾ വലുതാണല്ലോ റബ്ബിൻ്റെ ക്യാമറ എന്ന് പറയുന്നത്, റബ്ബിൻ്റെ മുറാക്കബത്ത് എന്ന് പറയുന്നത്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടാലും പിന്നെ ഏകാന്തനായാലും നമുക്കൊരിക്കലും പങ്കെടുത്തോ ഏകാന്തനായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തെറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാനിപ്പോൾ എങ്ങനെയാണ്, എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, അള്ളാഹുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്, അള്ള പറഞ്ഞ ഈ വിഭാഗത്തിൽ ഞാൻ പെടുന്നുണ്ടോ? അയഹ്സബു അല്ലം യറഹു അഹദ്, ഒരാളും കാണുന്നില്ല എന്ന ധാരണകൾ എൻ്റെ ജീവിതത്തിൽ
പിന്നെ ഒറ്റയാനാവുമ്പോൾ ആരുമില്ലാത്തപ്പം ഞാൻ തെറ്റ് ചെയ്യാൻ എൻ്റെ മനസ്സെന്നെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഒരു സമയവും അങ്ങനെ ഒരു സ്ഥലവും ഇല്ല. റബ്ബ് തമ്പുരാൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഈ വിശ്വാസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കൊച്ചു ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലേ? ഏത് സമയത്തും അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്. അതിന് ജാഗരൂകരാവാനാണ് അള്ളാഹു തആല ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കും. ഇനി രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? എപ്പോഴും നമുക്ക് വേണ്ട ചിന്ത വഹുവ മഅക്കും ഐനമാ കുൻതും. നിങ്ങൾ എവിടെ ആയിരുന്നാലും, ലോകത്തിൻ്റെ ഏത് കോണിലായാലും, എത്ര ഇരുട്ടറകളിലായാലും അവിടെയൊക്കെ അള്ളാഹു നിങ്ങളോട് കൂടെയുണ്ട് എന്ന ബോധം ഉണ്ടാവുമ്പോൾ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യില്ല, തെറ്റുണ്ടാവില്ല. അതേപോലെ റബ്ബ് കാണുന്നുണ്ട് എന്ന രൂപത്തിലാണ് നാം ഓരോ ആരാധനാകർമ്മങ്ങളും നിർവഹിക്കേണ്ടത്. ഈ മായ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ മായ നമ്മൾ എന്ത് ചെയ്യണം? പൊട്ടിച്ച് കളയണം. അതേപോലെ നമ്മുടെ സമ്പത്ത് നമ്മൾ ശുദ്ധീകരിക്കണം, അഥവാ സക്കാത്ത് കൊടുക്കേണ്ട വിധം കൊടുക്കണം. ഓരോ ദിവസവും നാം അള്ളാഹുവിനോട് മുഹാസബത്ത്, ആത്മവിചാരണ ചെയ്യണം എന്നൊക്കെ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു എന്നതാണ്. മതില്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.